അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 3ാമത്തെ പാഠമായ ലാ തക്ദിബ് അബദൻ എന്നുള്ള പാഠമാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പദാനുപദം അർത്ഥങ്ങളും അത്യാവശ്യ വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള പാഠങ്ങളും ഇതുപോലെ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഫീലിയ ജുംലയെ സംബന്ധിച്ചാണ്. ഇസ്മിയ ജുംല എന്താണെന്ന് മുമ്പുള്ള ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഫീലിയ ജുംല. എന്താണ് ഫീലിയ ജുംല? ഫെയില് കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലക്കാണ് ഫെയിലിയ ജുംല എന്ന് പറയുന്നത്. ആ ജുംലയുടെ ആദ്യത്തിൽ ഫെയിൽ ഉണ്ടാകും. അപ്പൊ ഫെയില് കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലക്കാണ് ഫെയിലിയ ജുംല എന്ന് പറയുന്നത്. ഈ ഫെയിലിയ ജുംല എന്ന് പറയുമ്പോൾ അതുണ്ടാകുമ്പോൾ അതിലൊരു ഫെയിലും ഒരു ഫായിലും ഉണ്ടാകും. ചില ഫെയിലുകൾ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുകയും ചെയ്യും. അപ്പൊ ചില ഫെയിലുകൾക്ക് മഫ്ഊലും ഉണ്ടാകുന്നതാണ്. അപ്പൊ ഫെയില് കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലക്കാണ് ഫെയിലിയ ജുംല എന്ന് പറയുന്നത്. ഇതാണ് ഈ പാഠത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പാഠം തുടങ്ങുന്നത് ഒരു കഥയിലൂടെയാണ്. ഒരു കുട്ടിയുടെ കഥ. എന്താണ് ആ കഥ? ഒരു കുട്ടി അറിവ് തേടിക്കൊണ്ട് ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. ആ കുട്ടിയുടെ ഉമ്മ കുട്ടിയുടെ കയ്യിൽ 40 ദീനാർ കൊടുത്തു. അങ്ങനെ ഉമ്മ കുട്ടിയോട് പറഞ്ഞു, നീ സത്യം പറയണം, ഒരിക്കലും കളവ് പറയരുത്. അങ്ങനെ ആ കുട്ടി യാത്രാ സംഘത്തോടൊപ്പം ബഗ്ദാദിലേക്ക് യാത്ര ചെയ്തു. വഴിയിൽ വെച്ച് ഒരു കൂട്ടം കള്ളന്മാര് അവരെ പിടികൂടി. അവരിൽ ഒരു കള്ളൻ കുട്ടിയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? കുട്ടി പറഞ്ഞു, എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്. കുട്ടി കളവ് പറയുകയാണെന്നാണ് കള്ളൻ ധരിച്ചത്. കൊള്ളത്തലവന്റെ അരികിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട് മോനെ? കുട്ടി പറഞ്ഞു, എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്. അങ്ങനെ കുട്ടി കയ്യിലുള്ള 40 ദീനാറും പുറത്തെടുത്തു. കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു, നീ ഇങ്ങനെ സത്യം പറയാൻ കാരണം എന്താണ്? സത്യം പറയാൻ നിന്നെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? കുട്ടി മറുപടി പറഞ്ഞു, സത്യം പറയാൻ എന്റെ ഉമ്മ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും കളവ് പറയരുതെന്ന് എന്റെ ഉമ്മ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊള്ളത്തലവൻ കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോനെ, നീ നിന്റെ ഉമ്മയെ അനുസരിക്കാതിരിക്കാൻ ഭയക്കുന്നു. ഞാനോ എന്റെ റബ്ബിനെ അനുസരിക്കാതിരിക്കാൻ ഭയക്കുന്നില്ല. അങ്ങനെ കൊള്ളത്തലവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു. അദ്ദേഹത്തോടൊപ്പം മറ്റു കള്ളന്മാരും തൗബ ചെയ്തു. ഈ കുട്ടിയാണ് പിന്നീട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പേരിൽ പ്രശസ്തനായത്. അപ്പൊ ഈ പാഠം പഠിക്കുന്നതോടുകൂടെ ഫീലിയ ജുംല എന്താണെന്ന് നാം മനസ്സിലാക്കുകയും വേണം. മാത്രമല്ല ഈ കഥയിൽ നമുക്കൊരു ഗുണപാഠമുണ്ട്. നാം ഒരിക്കലും കളവ് പറയാൻ പാടില്ല. സത്യം മാത്രമേ പറയാവൂ. കാരണം സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കും എന്നുള്ളതാണ്. നമ്മയൊക്കെ അല്ലാഹു തആല സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ലാ തക്ദിബ് അബദൻ, നീ ഒരിക്കലും കളവ് പറയരുത്. ഖറജ തിഫ്ലുൻ, ഒരു കുട്ടി പുറപ്പെട്ടു. ഇലാ ബഗ്ദാദ, ബഗ്ദാദിലേക്ക്. എങ്ങനെ? യത്ലുബുൽ ഇൽമ, ഇൽമിനെ തേടിക്കൊണ്ട്. അപ്പൊ ഒരു കുട്ടി അറിവ് തേടി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അഅതതുഹു ഉമ്മുഹു, ആ കുട്ടിക്ക് കുട്ടിയുടെ ഉമ്മ കൊടുത്തു, നൽകി. 40 ദീനാറൻ, 40 ദീനാർ. ആ കുട്ടിയുടെ ഉമ്മ കുട്ടിക്ക് 40 ദീനാർ കൊടുത്തു. വഖാലത്ത് ലഹു, അവനോട് ഉമ്മ പറഞ്ഞു, ഉസ്തുഖ്, നീ സത്യം പറയണം. വലാ തക്ദിബ്, നീ കളവ് പറയരുത്. അബദൻ, ഒരിക്കലും, ഒരിക്കലും നീ കളവ് പറയരുത്. അങ്ങനെ സാഫറത്ത് തിഫ്ലു, കുട്ടി യാത്ര ചെയ്തു. മഅ ഖാഫിലത്തിൻ, യാത്രാ സംഘത്തോടൊപ്പം. അപ്പൊ ആ കുട്ടി യാത്രാ സംഘത്തോടൊപ്പം യാത്ര ചെയ്തു.
അങ്ങനെ വഫിത്വരീഖി വഴിയിൽ വെച്ച് അഖദൽ ഖാഫിലത യാത്രാ സംഘത്തെ പിടികൂടി ജമാഅത്തുൻ ഒരു കൂട്ടം. ആരിൽ നിന്നുള്ള കൂട്ടം? മിനല്ലുസൂസി കള്ളന്മാരിൽ നിന്നുള്ള. അപ്പൊ വഴിയിൽ വെച്ച് ഒരു കൂട്ടം കള്ളന്മാര് അവരെ പിടികൂടി. ഫസഅല ലിസ്സുൻ അപ്പൊ ഒരു കള്ളൻ ചോദിച്ചു, മിൻഹും അവരിൽ നിന്നുള്ള. അപ്പൊ അവരിൽ നിന്നുള്ള ഒരു കള്ളൻ ചോദിച്ചു അത്തിഫില കുട്ടിയോട്. അവരിൽ ഒരു കള്ളൻ കുട്ടിയോട് ചോദിച്ചു, മാ മഅക്ക നിന്റെ അടുത്ത് എന്തുണ്ട്, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഖാല കുട്ടി പറഞ്ഞു, മഈ എന്റെ കൂടെയുണ്ട്, അതായത് എന്റെ കയ്യിലുണ്ട് 40 ദീനാറൻ 40 ദീനാർ. കുട്ടി പറഞ്ഞു എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്. ലന്നല്ലിസ്സു കള്ളൻ ഭാവിച്ചു, അന്നത്തിഫില തീർച്ചയായും കുട്ടി യക്ദിബു കളവ് പറയുന്നു. കുട്ടി കളവ് പറയുകയാണ് എന്നാണ് കള്ളൻ കരുതിയത്, കള്ളൻ വിചാരിച്ചത്. ഫദഹബ ബിഹി അപ്പൊ ആ കുട്ടിയെ കൊണ്ടുപോയി ഇലാ കബീരിൽ ലുസൂസി കൊള്ളത്തലവന്റെ അരികിലേക്ക്. കൊള്ളത്തലവന്റെ അരികിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി. ഫസഅല തിഫ്ല അപ്പൊ കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു, മാ മഅക്ക നിന്റെ കയ്യിൽ എന്തുണ്ട്? കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? മാ മഅക്ക നിന്റെ കയ്യിൽ എന്തുണ്ട്? ഖാല കുട്ടി പറഞ്ഞു, മഈ എന്റെ കൂടെയുണ്ട്, അതായത് എന്റെ കയ്യിലുണ്ട് 40 ദീനാറൻ 40 ദീനാറ്. കുട്ടി പറഞ്ഞു എന്റെ അടുക്കൽ 40 ദീനാറുണ്ട്. അങ്ങനെ അഖ്റജ കുട്ടി പുറപ്പെടുവിച്ചു, അതായത് പുറത്തെടുത്തു. മാ മഅഹു കുട്ടിയുടെ കയ്യിലുള്ള ഒന്നിനെ. എന്തിനാൽ? മിനദ്ദീനാരി ദീനാറിനാൽ, അതായത് കുട്ടി കയ്യിലുള്ള 40 ദീനാറ് പുറത്തെടുത്തു. ഫസഅലഹു അപ്പൊ കുട്ടിയോട് ചോദിച്ചു, കബീറുൽ ലുസൂസി കൊള്ളത്തലവൻ. കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു, മാ ഹമലക അല സുദിഖി സത്യം പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? സത്യം പറയാൻ നിന്നെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? അജാബത്വിഫിലു കുട്ടി മറുപടി പറഞ്ഞു, ഔസത്തിനി എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു, ഉമ്മി എന്റെ ഉമ്മ, ബിസ്സുദ്ഖി സത്യം കൊണ്ട്. സത്യം പറയാൻ എന്റെ ഉമ്മ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വഖാലത് ലി ഉമ്മ എന്നോട് പറയുകയും ചെയ്തിരിക്കുന്നു, ലാ തക്ദിബ് അബദൻ നീ ഒരിക്കലും കളവ് പറയരുതെന്ന്. ഒരിക്കലും കളവ് പറയരുതെന്ന് ഉമ്മ പറയുകയും ചെയ്തിരിക്കുന്നു. ഇതൻ അസമയത്ത് ബക്ക കരഞ്ഞു, കബീറുൽ ലുസൂസി കൊള്ളത്തലവൻ. അപ്പൊ കൊള്ളത്തലവൻ കരഞ്ഞു. വഖാല കരഞ്ഞു എന്ന് മാത്രമല്ല, വഖാല കൊള്ളത്തലവൻ പറയുകയും ചെയ്തു, യാ ബുനയ്യ എന്റെ പുന്നാര മോനെ, അന്ത നീ തഖാഫു ഭയപ്പെടുന്നു, അൻതഅസിയ ഉമ്മക നിന്റെ ഉമ്മയെ ധിക്കരിക്കലിനെ, അതായത് നീ നിന്റെ ഉമ്മയെ അനുസരിക്കാതിരിക്കലിനെ നീ ഭയക്കുന്നു. വ അനാ ഏത് സ്ഥിതിയിൽ ഞാന്, ലാ അഖാഫു ഞാൻ ഭയപ്പെടുന്നില്ല, അൻ ആസിയ റബ്ബി എന്റെ റബ്ബിനെ ധിക്കരിക്കലിനെ, ഞാൻ എന്റെ റബ്ബിനെ ധിക്കരിക്കുന്നതിനെ ഞാൻ ഭയക്കുന്നില്ല. ഫതാബ അപ്പൊ അദ്ദേഹം തൗബ ചെയ്തു, ഇലല്ലാഹി അല്ലാഹുവിലേക്ക്. അദ്ദേഹം അല്ലാഹുവിലേക്ക് എന്ത് ചെയ്തു? തൗബ ചെയ്തു. വതാബ മഅഹു അദ്ദേഹത്തോടുകൂടെ തൗബ ചെയ്തു. ജമീഉൽ ലുസൂസി മുഴുവൻ കള്ളന്മാരും, അദ്ദേഹത്തോടൊപ്പം മറ്റു കള്ളന്മാരും തൗബ ചെയ്തു. ഇസ്തഹറ ഹാദത്തിഫ്ലു ഈ കുട്ടി പ്രശസ്തി ആർജിച്ചു. ഫീമാ ബഅദു ശേഷം ബിസ്മി ശൈഖ് അബ്ദുൽ ഖാദിറിൽ ജീലാനി റഹിമഹുല്ലാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പേര് കൊണ്ട് പ്രശസ്തി ആർജിച്ചു. ഈ കുട്ടി പിന്നീട് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചു, പ്രസിദ്ധനായി.
അടുത്ത് നഖ്റഉ വ നഫ്ഹമുൽ ജുംലത്തൽ ഫീലിയ, ഫീലിയായ ജുംലയെ നമുക്ക് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. പാഠഭാഗത്ത് വന്ന ചില ജുംലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഖറജ തിഫ്ലുൻ ഇലാ ബഗ്ദാദ, കുട്ടി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. ഇതൊരു ഫീലിയായ ജുംലയാണ്. എന്താ കാരണം? ഇത് ഫീല് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. കണ്ടോ, ഖറജ തിഫ്ലുൻ, ഖറജ അത് ഫീലാണ്. അപ്പൊ അത് ഫീലിയ ജുംലയായി. അടുത്ത ആഴ്ത്തതുഹു ഉമ്മുഹു 40 ദീനാറൻ, അവനിക്ക് അവന്റെ ഉമ്മ 40 ദീനാർ നൽകി. കണ്ടോ, ആത്ത അത് ഫീലാണ്. അപ്പൊ ഫീല് കൊണ്ട് തുടങ്ങിയത് കൊണ്ട് അത് ഫീലിയ ജുംലയായി. അടുത്ത് സാഫറ തിഫ്ലു മാ ഖാഫിലത്തിൻ, കുട്ടി യാത്രാ സംഘത്തോടുകൂടെ യാത്ര ചെയ്തു. സാഫറ അത് ഫീലാണ്. ഫീല് കൊണ്ട് തുടങ്ങിയത് കൊണ്ട് അത് ഫീലിയ ജുംലയായി. അടുത്ത അഖദ ജമാഅത്തും മിനൽ ലുസൂസിൽ ഖാഫിലത, കള്ളന്മാരിൽ നിന്നും ഒരു കൂട്ടം യാത്രാ സംഘത്തെ പിടിച്ചു, പിടികൂടി. അഖദ എന്നുള്ളത് ഫീലാണ്. അപ്പൊ ഫീല് കൊണ്ട് തുടങ്ങിയത് കൊണ്ട് ഫീലിയ ജുംലയായി. അടുത്തത് നുക്കമ്മിലുൽ ജുംലത ബി വളി കലിമത്തിൻ മുനാസിബത്തിൻ മിമ്മാ ബൈനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്നും യോജിച്ച കലിമത്ത് വെച്ചുകൊണ്ട് ജുംലയെ നമുക്ക് പൂരിപ്പിക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെയുണ്ട്? ഖറജ, അൽ കിതാബ, അത്തിഫ്ലു, ഇങ്ങനെ 3 പദങ്ങളുണ്ട്, 3 കലിമത്തുകളുണ്ട്. ഒന്നാമത്തത് ഖറഅൽ വലദു, ഖറഅ വായിച്ചു, അൽ വലദു കുട്ടി, കുട്ടി വായിച്ചു. അതിനോട് യോജിക്കുന്നത് ഏതാണ്? അൽ കിതാബ എന്നുള്ള, കുട്ടി കിതാബിനെ വായിച്ചു. അടുത്ത രണ്ടാമത്തത് ബക്ക, കരഞ്ഞു, ഫില്ലൈലി, രാത്രിയിൽ. ആരാ രാത്രിയിൽ കരഞ്ഞത്? അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം? അത്തിഫ്ലു എന്ന് എഴുതാം. അപ്പൊ കുട്ടി രാത്രിയിൽ കരഞ്ഞു. അടുത്തത് ഡേഷ് അൽ ഔലാദു ഇലൽ മദ്രസത്തി, കുട്ടികൾ മദ്രസയിലേക്ക് എന്താ ചെയ്തത്? അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഖറജ എന്ന് എഴുതി കൊടുക്കണം. ഖറജൽ ഔലാദു ഇലൽ മദ്രസത്തി, കുട്ടികൾ മദ്രസയിലേക്ക് പുറപ്പെട്ടു. അടുത്തത് നഫ്ഹമുൽ മാന വ നക്തുബുഹു, അർത്ഥം മനസ്സിലാക്കുകയും അത് എഴുതുകയും ചെയ്യാം. ഖറജ അതിന്റെ അർത്ഥം എന്താണ്? പുറപ്പെട്ടു എന്നാണ്. അത് അവിടെ എഴുതി കൊടുക്കണം. അടുത്തത് അജാബ, ഉത്തരം നൽകി അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞു. അടുത്തത് സഅല, ചോദിച്ചു. അടുത്തത് ബക, കരഞ്ഞു. അടുത്ത നുറത്തിബുൽ കലിമാത്തി കമാഫിൻ നമൂദജി, മോഡലിലുള്ളത് പോലെ അല്ലെങ്കിൽ ഉദാഹരണത്തിലുള്ളത് പോലെ കലിമത്തുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ ആക്കാം, തെർത്തീബാക്കി എഴുതാം, ക്രമീകരിക്കാം. എന്താ മോഡലായിട്ട് എന്താ കൊടുത്തുള്ളത്? അസ്സബ്ബൂറത്തി, നളറ, ഇല, അൽ ഔലാദു. ഇതിനെന്താണ്? ഓർഡർ ആയിട്ട് തെർത്തീബായിട്ട് നമുക്ക് എന്താണ് ഒരു മോഡൽ കാണിച്ചു തന്നിട്ടുണ്ട്. നളറൽ ഔലാദു ഇല സബ്ബൂറത്തി, കുട്ടികൾ ബോർഡിലേക്ക് നോക്കി. അപ്പൊ അതുപോലെയാണ് എഴുതേണ്ടത്. അതിൽ ഒന്നാമത്തത് അൽ മദ്രസത്തി, അൽ ബനാത്തു, ഇല, വസലത്ത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ആക്കി എഴുതണം. അപ്പൊ അതെങ്ങനെ ഉണ്ടാകുക? വസലത്തിൽ ബനാത്തു ഇലൽ മദ്രസത്തി, പെൺകുട്ടികൾ മദ്രസയിലേക്ക് എത്തി അല്ലെങ്കിൽ ചേർന്നു. അടുത്ത രണ്ടാമത്തത് അദ്ദാരിസൂന, കതബ, അദ്ദർസ. ഇതിനെ ഓർഡർ ആക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാകുക? കതബദ്ദാരിസൂന അദ്ദർസ, പഠിതാക്കൾ, വിദ്യാർത്ഥികള് പാഠത്തെ എഴുതി. അടുത്ത നുലാഹിലുൽ മുഫ്രദ വൽ ജംഅ, ഏകവചനത്തെയും ബഹുവചനത്തെയും നമുക്ക് ശ്രദ്ധിക്കാം. ദീനാറുൻ, ഇതൊരു ഏകവചനാണ്. അതിന്റെ ജംഅ ദനാനീറു. അപ്പൊ ദീനാറുൻ എന്ന് പറഞ്ഞാൽ ദീനാറ്, ദനാനീറു എന്ന് പറഞ്ഞാൽ ദീനാറുകൾ. അടുത്ത് ലിസ്സുൻ, ലിസ്സുൻ എന്ന് പറഞ്ഞാൽ കള്ളൻ. അതിന്റെ ജംഅ ലുസൂസുൻ, കള്ളന്മാർ. അടുത്തത് നഖ്റഉൽ ആയതൈനി താലിയതൈനി വ നക്തശിഫു മിൻഹുമൽ ജുംലത്തൽ ഫീലിയത വ നഖുത്തു തഹ്തഹാ. താഴെയുള്ള 2 ആയത്തുകൾ, അതിലുള്ള ഫീലിയായ ജുംലയെ നമുക്ക് കണ്ടെത്തുകയും അതിന്റെ താഴെ വരയിടുകയും ചെയ്യാം. ഏതൊക്കെയാണ് 2 ആയത്തുകൾ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശർ, അതാണ് ഒരായത്ത്. അടുത്ത തനസ്സുലുൽ മലായികത്തു വറൂഹു ഫീഹാ. ഈ 2 ആയത്തുകളിൽ നിന്നും ഫീലിയായ ജുംലയുള്ളത് എവിടെയാണെന്ന് കണ്ടെത്തി അത് നമ്മൾ എന്ത് ചെയ്യണം? വരക്കണം, അതിന്റെ താഴെ വരക്കണം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്തില്ല? ഫീലിയായ ജുംലയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ഫീലിയായ ജുംല എന്ന് പറയുമ്പോ തുടക്കത്തിൽ എന്ത് വേണം? ഫീല് വേണം. അടുത്ത ആയത്ത് നോക്കുക. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങും.
വറൂഹു റൂഹും ഇറങ്ങും ഫീഹാ ആ രാത്രിയില്. അപ്പൊ തനസ്സലുൽ മലായികത്തു മലക്കുകൾ ഇറങ്ങും. തനസ്സലു എന്ന് പറഞ്ഞാൽ അതൊരു ഫീലാണല്ലോ. അപ്പൊ തനസ്സലുൽ മലായികത്തു എന്നുള്ളതാണ് ഫീലിയായ ജുംല. അപ്പൊ അതിന്റെ താഴെ എന്ത് ചെയ്യണം? വരക്കണം. അടുത്ത നൻസഹുൽ ഇബാറത്ത താലിയത്ത, താഴെയുള്ള ഇബാറത്തുകള് അത് അതുപോലെ എഴുതുക, കോപ്പി എഴുതുക എന്നൊക്കെ പറയും. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. തീർച്ചയായും സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കും. അതാണ് അത് അതുപോലെ എന്ത് ചെയ്യുക? നോക്കി എഴുതുക. അടുത്തത് അൽ മുഅ്ജമു നിഘണ്ടു. ഈ പാഠഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട പദങ്ങളും അതിന്റെ അർത്ഥങ്ങളും അത് ശരിക്കും നോക്കി മനസ്സിലാക്കുക. അപ്പൊ ഈ പാഠത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഫീലിയായ ജുംല. എന്താണ് ഫീലിയായ ജുംല എന്ന് പറഞ്ഞാൽ ഫീല് കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലക്കാണ് ഫീലിയായ ജുംല എന്ന് പറയുന്നത്. അപ്പൊ ഈ പാഠം പഠിക്കുന്നതോടുകൂടെ ഫീലിയായ ജുംലയെ നമുക്ക് ഉണ്ടാക്കാനും മനസ്സിലാക്കാനും സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.